ഇന്നും ഇന്നലെയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിലൊക്കെ തന്നെയും ഒരു ചെറിയ ക്ലിപ്പ് വൈറലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു ഒന്ന് രണ്ട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്, ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പൊ അത് കുഴപ്പമില്ല. അതുപോലെ ബാലൻ വീഡിയോ ഇതായിരുന്നു. നമ്മുടെ ശ്രീകണ്ഠൻ നായർ കോഫി വിത്ത് SKNO, കോഫി വിത്ത് അരുണാണെന്ന് തോന്നുന്നില്ലേ ആ പരിപാടിയുടെ പേരല്ല, ഗുഡ് മോർണിംഗ് വിത്ത് SKNO അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്ന പരിപാടിയുടെ പേര്. എന്തോ ആവട്ടെ, ആ പരിപാടിയിലെങ്ങാണ്ട് രാവിലെ ഒരു കപ്പ് ചായയും പിടിച്ചിട്ട് വന്നിട്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. പരിപാടിയെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. കാരണം അവരുടെ മിക്കവാറും ഇവരുടെയൊക്കെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ വാർത്താ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വാർത്ത വായിക്കാനോ നാട്ടുകാരെ കാര്യങ്ങൾ ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഇവരുടെ എല്ലാ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അത് എല്ലാ ചാനലുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അങ്ങനെയാണ്, ഒരു സർക്കസാണ് മൊത്തത്തിൽ മലയാളത്തിലെ മാധ്യമ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ആ സർക്കസിൽ കുറേ ആളുകളുണ്ടായിരിക്കുമല്ലോ, കുറേ റിംഗ് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മൃഗങ്ങളെ ഇതാക്കുന്നവരുണ്ടായിരിക്കും, ട്രപ്പീസ് കളികൾ കളിക്കുന്നവരുണ്ടായിരിക്കും, കോമാളികളുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കോമാളികളും ഈ പറയുന്ന ട്രപ്പീസ് കളിക്കാരും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മൊത്തത്തിലൊരു ഗ്രേറ്റ് സർക്കസാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. പറഞ്ഞത് അതിലേക്കല്ല. ഇപ്പോൾ ഈ നിങ്ങൾ കണ്ട ക്ലിപ്പ് പ്രകാരം ഒരു ഒന്നോ രണ്ടോ ആളുകൾ ഒരു യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു റമദാൻ മാസത്തിൽ നിങ്ങൾ ഈ ചായക്കപ്പും പിടിച്ചുകൊണ്ടാണ് പരിപാടി അവതരിപ്പിക്കാൻ വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക് ആ ചായക്കപ്പ് ഉപേക്ഷിക്കുകയാണ് ശ്രീകണ്ഠൻ നായർ. അയാൾ എന്ത് സന്ദേശമാണ് ഈ പ്രബുദ്ധ മലയാളിക്ക് നൽകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അതായത് ആരാണത് ചോദിച്ചതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ആരാണ് ആ കമൻറ്റ് ഇട്ടതെന്നുള്ളതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ആർക്ക് വേണമെങ്കിലും ഒരു കമൻറ്റ് ഇടാം. ഒരു സബ്സ്ക്രൈബർക്ക് ഇടാൻ പറ്റുന്ന ഒരു കമൻറ്റാണത്. ആ കമൻറ്റ് കണ്ട ഉടനെ തന്നെ അയാൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു ശീലമാണ് ഈ കോഫി അല്ലെങ്കിൽ ഒരു മഗ്ഗും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ വാർത്ത അവതരിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി. ആ പരിപാടി അയാൾ ഉപേക്ഷിക്കുകയാണ്. ഇനി അയാൾ കപ്പ് പിടിക്കുന്നില്ല. റമദാൻ മാസം അവസാനിക്കുന്നത് വരെ കപ്പ് പിടിക്കില്ല എന്നാണെന്ന് തോന്നുന്നു ശ്രീകണ്ഠൻ നായരുടെ തീരുമാനം. ഇത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ശ്രീകണ്ഠൻ നായർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ കേരളത്തിൽ ബീഫ് കഴിക്കരുത് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ പ്രതികരിക്കാറുള്ളത്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ പ്രതിഷേധിക്കാറുള്ളത്? നിങ്ങൾ കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, എന്തിനാണ് നിങ്ങൾ കഴിക്കുന്നവരുടെ നെഞ്ചത്തോട്ട് കയറുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന ബീഫ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത് ഇത്രയൊന്നുമില്ല. ജസ്റ്റ് ഒരാളൊരു യൂട്യൂബിൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അത് പറഞ്ഞപ്പോഴേക്ക് ആരുടെയോ മതവികാരം വ്രണപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ട് ശ്രീകണ്ഠൻ നായരെ പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇനി റമദാൻ മാസത്തിൽ രാവിലെ അയാൾ സ്റ്റുഡിയോ ഫ്ലോറിൽ ചായ കുടിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേര് ഈ മീഡിയകളുടെ, അതായത് ഈ വാർത്താ മാധ്യമങ്ങളുടെ ലൈവ് സ്ട്രീമിൻ്റെ ചാറ്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അത് കമൻറ്റ് ബോക്സ് എന്നല്ല, ലൈവ് ചാറ്റ് ബോക്സ് ആണ് ശരിക്കും. അത് നമുക്ക് ലൈവായിട്ട് ആ കമൻറ്റ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സ്ക്രോൾ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വളരെ രസകരമാണ്. ക്രിറ്റിസിസം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ ഉണ്ടായിരിക്കും, പലതരത്തിൽ ആളുകൾ ഒപ്പീനിയൻ പറയും. പിന്നെ കുറേ ആളുകൾ യാതൊരു ബന്ധമില്ലാത്ത കമൻറ്റുകൾ പറയുന്നവരുണ്ടാവും. പിന്നെ പരസ്പരം ഫ്രണ്ട്ഷിപ്പ് പറയുന്നവരും, അവിടെ പ്രപ്പോസ് ചെയ്യുന്ന ആളുകൾ വരെ ഈ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഈ ചാറ്റ് ബോക്സിൽ ഉണ്ടാവും, ഈ ലൈവ് ഷോയുടെയൊക്കെ. അത്തരം ഒരു സാഹചര്യത്തിൽ ആരോ ഇട്ട ഒരു കമൻറ്റ് ഒന്നെങ്കിൽ ശ്രീകണ്ഠൻ നായർക്ക് അത് വായിക്കാതിരിക്കാം. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ശ്രീകണ്ഠൻ നായർ ഇതുപോലെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ പണ്ട് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സൗണ്ടിൻ്റെ ക്ലാരിറ്റി ഇപ്പോൾ അയാൾക്ക് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അയാൾ മനസ്സിലാവുന്നില്ല. സംതിങ് ഈ മുട്ടയൊക്കെ വായിൽ ചൂടോടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത്. അതേപോലെ ചൂടായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അണ്ണാക്കിലിട്ട് സംസാരിക്കുന്നത് പോലെയാണെന്ന്, ഒരു ക്ലാരിറ്റി ഇല്ല, എന്താണ് ഈ പറയുന്നതെന്ന് വ്യക്തമല്ലാത്ത തരത്തിൽ ഞാൻ കമൻറ്റ് ഇട്ടിരുന്നു. അതൊരു ശ്രീകണ്ഠൻ നായരും വായിച്ചായിട്ട് കണ്ടില്ല. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് ഈ പറയുന്ന കമൻറ്റ് വായിക്കാതിരിക്കാമായിരുന്നു. അത് ഇഗ്നോർ ചെയ്ത് വിടാം. അത് 2 കമൻറ്റ് അല്ലെങ്കിൽ 4 കമൻറ്റ്, അതിന് 100 കമൻറ്റ് വരട്ടെ. ഇതാരാണ് അറിയാൻ പോകുന്നത്? ശ്രീകണ്ഠൻ നായർ അത് വായിച്ചോളണം എന്ന് എന്താണ് ഒരു നിർബന്ധമുള്ളത്? ഒന്നുമില്ല. ഇനിയിപ്പോൾ അത് വായിച്ചതിന് ശേഷം ഇല്ല, എനിക്ക് സൗകര്യമില്ല ചായക്കപ്പ് മാറ്റാൻ, നിങ്ങൾക്കല്ലേ റമദാൻ, ഞങ്ങൾക്ക് ഇത് റമദാൻ്റെ പ്രശ്നമില്ലല്ലോ, നിങ്ങളല്ലേ നോമ്പെടുക്കുന്നത് എന്നൊന്നും ചോദിച്ച് ഒഫൻഡഡ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അവിടെ. ജസ്റ്റ് ഇത് വായിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ ഒരു അനാവശ്യമായിട്ടുള്ള ഏതോ 2 ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇട്ടിട്ടുള്ള കമൻറ്റ് വായിക്കുകയും ആ കമൻറ്റ് വായിച്ചതിന് ശേഷം ഉടനടി തന്നെ തീർപ്പാക്കുകയാണ് ഈ റമദാൻ മാസത്തിൽ ഒരു ലൈവ് പ്ലാറ്റ്ഫോമിൽ വെള്ളം കുടിക്കാൻ പറ്റില്ല, ചായക്കപ്പും കൊണ്ട് വരാൻ പാടില്ല എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളുമായിട്ട് വരാൻ പാടില്ല എന്നുള്ളത്. പണ്ട് ഇത് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് നോമ്പിൻ്റെ സമയത്ത് പകൽ സമയങ്ങളിലൊന്നും തന്നെ ഭക്ഷണ സാധനങ്ങളൊന്നും തുറന്ന രീതിയിൽ വിൽക്കാൻ പാടില്ല, അതിൽ ഫൈൻ കിട്ടും. നമുക്ക് മീൻസ് നോമ്പ് നോക്കാത്ത ആളുകളാണെങ്കിൽ പോലും, അതായത്
മറ്റ് വിശ്വാസങ്ങളിലുള്ള ആളുകളാണെങ്കിൽ പോലും അവരത് ചെയ്യരുത്, അത് ശിക്ഷ കിട്ടുന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം റിയാലിറ്റി ആയിട്ട് അത് ഒത്തു നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എൻ്റെ ഒരു അനുഭവത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഒരുപാട് കാലമായി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എണ്ണയാൽ, അതായത് ഓയിൽ റിസർവുകളാൽ സമ്പുഷ്ടമായതുകൊണ്ട് സമ്പന്നരായിട്ടുള്ള രാജ്യങ്ങളിൽ പെട്ടതാണ്. അവരെ സംബന്ധിച്ച് ഇനി ഓയിലിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ കണ്ടപ്പോൾ ടൂറിസം മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഫണ്ടമെൻ്റൽ തോട്ട്സിൽ നിന്ന് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളൊക്കെ തന്നെയും പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ സൗദിയിൽ തിയേറ്റർ വന്നു, ബാർ വരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ദുബായിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ടൂറിസ്റ്റുകൾക്കാണ് അവർ കുറച്ചും കൂടെ ഒരു ഡോമിനൻസ് കൊടുക്കുന്നത്, മീൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നത് എപ്പോഴും ടൂറിസ്റ്റുകൾക്കാണ്. അവരുടെ വരുമാനം ആ രീതിയിലും കൂടെ വരണമെന്നുള്ളതാണ്. എന്നും ഒരു ഓയിൽ റിസർവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന വിദേശത്ത് നിന്ന് ആളുകൾ വന്നിട്ട് അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് അവിടെ റണ്ണായി പോകുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ജോലി വേണം എന്നുള്ള, പൈസ വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ജോലി എടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഈ പറയുന്ന അറബ്സിനും നമ്മളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള അവരൊരു നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഫണ്ടമെൻ്റൽ സംഗതികളിൽ നിന്നൊക്കെ സ്വിച്ച് ചെയ്തിട്ട് പോകുന്നു. അതല്ലേ ഇപ്പോൾ ഈ ഇസ്ലാം അതല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസം എന്നൊക്കെ പറയുന്നത് വരുന്നത് ഈ അറേബ്യൻ മേഖലകളിൽ നിന്നൊക്കെയാണ് വരുന്നത്. അത്തരത്തിലുള്ള അവിടെ ഈ പറയുന്ന സാധനങ്ങൾ ഫണ്ടമെൻ്റലിസ്റ്റ് അല്ലെങ്കിൽ മതമൗലികവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് ഒരു ഉളുപ്പുമില്ലാതെ കേരളം പോലൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു മുഖ്യധാരാ ചാനൽ, എനിക്ക് തോന്നുന്നു 3-ാമതോ 4-ാമതോ തവണ എങ്ങാണ്ട TRP റേറ്റിംഗിൽ ആ ചാനൽ കിടക്കുന്നത്. എത്രയിലോ ആവട്ടെ, ഒരു ഉളുപ്പില്ലാതെ അതിൻ്റെ ഏറ്റവും ഉടമയോ ഷെയർ ഹോൾഡറോ എന്തോ ആണ് ശ്രീകണ്ഠൻ നായർ. എന്തായാലും അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. അയാൾ പറയുകയാണ് 4 കമൻറ്റ് കണ്ടതിൻ്റെ പുറത്ത്, ഞാൻ ഇനി മുതൽ റമദാൻ മാസം കഴിയും വരെ ചായ കുടിക്കുന്നില്ല എന്നുള്ളത്. ഇവനൊക്കെ വേറെ വല്ല പണിക്കും പോയി കൂടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വേറെ വല്ല പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു പണികളെ നമുക്ക് എഴുതി കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഇവനൊക്കെ പറഞ്ഞ പണി ഇത് തന്നെയാണ്. ഈ ചെരപ്പല്ലാതെ വേറൊരു പരിപാടിയും ശ്രീകണ്ഠൻ നായരെ കൊണ്ടൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതെന്താ അറിയോ, പണ്ട് C. രവീന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദി രാഹുൽ ഈശ്വറിനോട് പറഞ്ഞ ഒരു ഡയലോഗാണ് ശരിക്കും ശ്രീകണ്ഠൻ നായർ അവിടെ പറയേണ്ടിയിരുന്നത്. അതങ്ങനെ പറയാനുള്ള ധൈര്യം എന്തായാലും ശ്രീകണ്ഠൻ നായർക്ക് ഉണ്ടാവില്ല. കാരണം ശ്രീകണ്ഠൻ നായർക്ക് ഫണ്ട് കൊടുക്കുന്നതും ശ്രീകണ്ഠൻ നായരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നതും ചിലപ്പോൾ ഈ പറയുന്നവരുടെയൊക്കെ കാലിൻ്റെ ഇടയിൽ തല വെച്ച് കൊടുത്താൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് ഇത് പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പറയേണ്ടത്. അതിപ്പോൾ ബീഫ് കഴിക്കേണ്ട എന്ന് പറയുന്നവരോടാണെന്നുണ്ടെങ്കിലും, മറിച്ച് റമദാൻ കാലത്ത് വെള്ളം കുടിക്കേണ്ട അല്ലെങ്കിൽ വെള്ളം പരസ്യമായിട്ട് സ്റ്റുഡിയോയിൽ വന്ന് ചായക്കപ്പ് കൊണ്ട് വരണ്ട എന്ന് പറയേണ്ടവരോടാണെന്നെങ്കിലും പറയേണ്ടത് ഒരേ ഡയലോഗാണ്. അന്ന് ഈ രവിചന്ദ്രൻ മാഷ് രാഹുൽ ഈശ്വറിനോട് പറഞ്ഞ അതേ ഡയലോഗ്, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളായി കണ്ടുകൊള്ളൂ, പക്ഷേ അളിയനോടും അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറയരുത്. സിമ്പിളായിട്ട് അത്രേ പറയേണ്ടതുള്ളൂ. അതാണ് എല്ലാവരോടും പറയാനുള്ളത്.